പൊന്മാൻ ബേസിലിന്റെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പുതിയ പടമാണ് പൊന്മാൻ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസ് പടം, കൂടുതൽ ബോറൊന്നും അടുപ്പിക്കാത്ത നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കുന്ന പുതിയൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള നല്ലൊരു പടം തന്നെയാണ് പൊന്മാൻ. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല രീതികളും ആചാരങ്ങളും കല്യാണത്തിന് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളെ തലശ്ശേരിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാവശ്യമായിട്ടുള്ള കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പൊന്മാൻ. അപ്പം പടം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബേസിൽ തന്നെയാണ് ഈ പടത്തിന്റെ ഒരു ഹൈലൈറ്റ്. പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഹൈപ്പ് ശരിക്കും പറഞ്ഞ പടത്തിൽ ഫീൽ ആകുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ക്രൈം ത്രില്ലറും സസ്പെൻസും ക്രൈം ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ അതിന്റെ ഇടയിലൊക്കെ ഇത്രയും നല്ലൊരു വേറൊരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് ഇത് ഫീൽ ആയിരിക്കുന്നത്. ബേസിലിന്റെ അടുത്തിറങ്ങിയിരിക്കുന്ന എല്ലാ പടത്തിലുള്ള അഭിനയത്തിനാകട്ടെ എനിക്ക് കൂടുതൽ ഇതാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അമ്പാനാണെങ്കിലും കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിയേറ്ററിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് പൊന്മാൻ. കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തിയേറ്ററിൽ കാണാം. ഇനി തിയേറ്ററിൽ മിസ്സായെങ്കിൽ OTT എന്തായാലും മസ്റ്റ് വാച്ച് ചെയ്തോ, എൻജോയ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ കേരളത്തിലുള്ള പടങ്ങൾ കണ്ട് പഠിക്കണം. വെറൈറ്റി പടങ്ങൾ കൊണ്ടുവന്നിട്ട് എങ്ങനെ കാണികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പൊന്മാൻ കാണാൻ പറ്റുന്നവരൊക്കെ കാണുക.